ഏട്ടന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഭംഗിയുണ്ടല്ലോ ശിവക്ഷേത്രം. നമുക്കൊരു റെഡ് കളർ തന്നെയല്ലേ. ഹലോ ഗായ്സ്, പുതിയ വ്ളോഗിലേക്ക് മുട്ടുവേദനിക്കും. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സ്വാഗതം പറയാൻ കിട്ടില്ല. വെൽക്കം വെൽക്കം. ശരി, അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഏട്ടന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അന്ന് പോയതിനു ശേഷം പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അവന് ചളിയിൽ പോണം എന്ന് പറയുന്നത്. ചളിയിലായിട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഈ ഭാഗം കറങ്ങാൻ വേണ്ടി, ചുമ്മാ നാട്ടുപ്രദേശമല്ലേ, അപ്പൊ നമ്മൾക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങി ഇന്ന് നടത്തുവാന്ന് വിചാരിച്ചു അല്ലേ കൊച്ചു. നമ്മളിങ്ങനെ നടന്ന് ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു. ഇത് പാടൂരാണ് കേട്ടോ. പാടൂർ കാവശ്ശേരി പാടൂർ. അപ്പൊ നമ്മളിവിടെ പാടം, പുഴ, അമ്പലങ്ങള്, ഇവിടെ ഗ്രാമമൊക്കെ ഉണ്ട്. ഗ്രാമത്തിലോട്ട് വേണമെങ്കിൽ പോവാം നമുക്ക്. ഇല്ല സച്ചു സംസാരിക്കേ. ഇവ കുറേ ദിവസമായി വ്ളോഗ് ചെയ്യണം. ഹലോ ഗൈസ് അങ്ങനെ പറയണ്ട. എന്താ ഹലോ ഗൈസ്, ഹലോ ഗൈസ് പറയണം. വല്യമ്മ എപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട്, എപ്പോൾ വരും ഹലോ ഗൈസ് പറയണ്ടേന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നാണല്ലേ. ഇപ്പൊ എന്നെ കണ്ട ഉടനെ ഹലോ ഗൈസ് പറയാൻ പോവാ. പുറത്തിറങ്ങി വീട്ടിക്ക്. നമ്മുടെ ഹലോ ഗൈസ് കഴിഞ്ഞിട്ടില്ല. വാ, ഇനിയുണ്ട് കുറേ ഉണ്ട്. ഇനി ഇവിടെ നമ്മൾക്ക് അമ്പലത്തിൽ പോണം. കുറച്ച് നടക്കുമ്പോഴത്തേക്ക് അവന് മതി. അടുത്ത എന്താണ് നമ്മുടെ പരിപാടി? വീട്ടിൽ ഹലോ ഗൈസ്. വീട്ടിൽ ഹലോ ഗൈസ് പറയുമ്പോ തിരിച്ചല്ല, ഇവിടെയാണ് ഹലോ ഗൈസ്. അതാ ആദ്യ ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. വാ, ചേട്ടന്റെ വീട്ടിന്റെ അടുത്തുള്ള അമ്പലം ഉണ്ടോ, ശിവക്ഷേത്രം. നമുക്കൊരു തൊഴുതാ. ഇതേ അവിടെ കുറേ അമ്മമാരിയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. പിന്നെ സംസാരമായി. ഈ അമ്പലത്തിലെ ഈ പാട്ട് നല്ല രസമുണ്ട് കേട്ടോ കേട്ടുകൊണ്ടിരിക്കാനായിട്ട്. എനിക്കിത് മാറ്റിയിട്ട് വേറെ പാട്ട് ആഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം കോപ്പിറൈറ്റ് പേടിച്ചിട്ടേ. പിന്നെ എനിക്കിതിട്ട് കളയാനൊട്ട് തോന്നുന്നില്ല. പിന്നെ ശരി, സൗണ്ട് കുറച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചതാണ്. ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് വരുമെന്ന് എനിക്കറിയില്ല. എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല ടെൻഷനോടുകൂടി എഡിറ്റ് ചെയ്തത്. പാട്ടും മാറ്റാൻ മടിച്ചിട്ടേ. നല്ല കുങ്കുമത്തിൻ്റെ കളർ നോക്ക്. ഭയങ്കര റെഡ് കളർ തന്നെയല്ലേ. വേഗം വാങ്ങാ പറയുന്നത്. നമുക്കിനി ജ്യൂസ് കുടിക്കാൻ പോണല്ലേ. ബുള്ളറ്റ് വേണ്ട, നമുക്ക് മറ്റേ എടുക്കാം. പിള്ളേർക്ക് കൂടി ശരിയാവില്ല. ബുള്ളറ്റ് വേറെ എടുക്കാം. അത് നമുക്ക് കംഫർട്ടബിൾ ആണ്. നേരത്തെ സച്ചുന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കുറച്ച് വാശിയായിരുന്നു കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല. അമ്പലത്തിനൊക്കെ ഇറങ്ങി ജ്യൂസൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവനിപ്പോൾ ഒത്തിരി സന്തോഷമായി. ഇവിടെ മൊത്തം ജ്യോത്സ്യർ തന്നെയാണ് അല്ലേ. ജ്യോത്സ്യന്മാരുണ്ട്. പാടൂർ ശ്രീ പണിക്കനാർ ക്ഷേത്രം കണ്ടോ. അമ്പലമാണ് അല്ലേ സച്ചു? അപ്പോൾ സച്ചു കുറേ നേരം സംസാരിക്കുന്നുണ്ട്. അവരിങ്ങനെ വ്ളോഗ് ചെയ്യല്ലേ, അങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നു. പാമ്പുണ്ടല്ലേ. അമ്പലം എത്തി. എന്താ അമ്പലം? എന്താ അമ്പലം? പണിക്കനാർ ഭഗവതി ക്ഷേത്രം.
ഇത് ഇവിടെ ഒരു ഭഗവതി ക്ഷേത്രത്തിൽ എന്താണ് എന്താണ് നമ്മുടെ അടുത്ത പരിപാടി എന്താണ് പറഞ്ഞു കൊടുക്ക്. നമ്മൾ അടുത്തതായിട്ട് എങ്ങോട്ടാ പോണത്? എവിടേക്കാ പോണ പറയേ? ജ്യൂസ്. നമ്മളടുത്ത് ജ്യൂസ് കുടിക്കാൻ പോണല്ലേ? പോവാ പോവാ. അയ്യോ എന്ത് രസമല്ലേ അമ്പലം ആലുമരം ഒക്കെ ഇങ്ങനെ കാണാനായിട്ട്. സായം സന്ധ്യ. സച്ച് ഭയങ്കര പാട്ട് പാടലാണ്. പാടിക്കോ. നമ്മൾ 2 അമ്പലത്തിൽ പോയി കഴിഞ്ഞു. ഇത് വേറൊരു അമ്പലത്തിലോട്ടാണ്. ഇതാണ് അമ്പലം. ഇതൊരു ഇതേ വന്നതും സച്ചു ബാറ്റ് എടുത്ത് കളിക്ക് ഇറങ്ങി. സച്ചു അടിക്ക്. ആ 6 സച്ചു കളിക്ക്. അയ്യോ അവനെ കളിക്കാൻ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരാതിയായിരുന്നു. നാളെ വരാം. ബായ് പറ. നാളെ വരാം. ഇത് മാരിയമ്മൻ കോവിലാണ് കേട്ടോ. അതായത് ഏട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത്. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് തന്നെ. അടുത്ത അമ്പലം എത്തിയിട്ടോ നമ്മളുടെ. ഇന്നിവിടെ ഏട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ഫുള്ള് അമ്പല ദർശനമാണ്. വൈകുന്നേരത്തിൽ അമ്പല ദർശനം. വീട് ചുറ്റും അമ്പലങ്ങളാണ് അവിടെ. അപ്പോൾ നമ്മളിത് അടുത്ത അമ്പലത്തിലോട്ടാണ് പോകുന്നത്. സച്ചി ഫ്രണ്ടിലുണ്ട്. ഹായ് സച്ച. ദേവി ക്ഷേത്രമല്ലേ? ഇറങ്ങാം. സച്ചു ഇറങ്ങുക. സച്ചു അങ്ങനെ ഇന്ന് ഫുള്ള് നമ്മുടെ ഒരു മണിക്കൂർ നീണ്ട അമ്പല ദർശനങ്ങളായിരുന്നല്ലോ ഇന്ന്. ഇത് ക്ഷേത്രമാണ്. പുഴയും പാടത്തിന്റെ അടിയിലല്ലേ? ഇവിടെ ഫുള്ള് പുഴയും പാടങ്ങളാണ് കേട്ടോ. അതിന്റെ സെൻട്രലാണ് ഈ അമ്പലം വരുന്നത്. നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ അമ്പലങ്ങളിനെ കുറിച്ചും ചുറ്റുപാടൊന്നും എനിക്കങ്ങനെ നേരെ അറിയില്ല. അതുകൊണ്ടാണ് ഒരു തപ്പൽ എല്ലാത്തിലും. സച്ചു പുഴ കണ്ടു. പുഴ എന്ന് പറഞ്ഞിട്ടാണ് ആള് വന്നത് തന്നെ. കാരണം അന്നത്തെ വ്ളോഗിൽ തല്ലും പറയണോ? എന്താ സച്ചു? എന്ത്? അയ്യോ എന്നെ അടിക്കാം. പുഴ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു അവന്. നമ്മുടെ അന്നത്തെ പുഴ വ്ളോഗില് സച്ചു. ഹലോ ഗൈസ്. മതി വാ. കണ്ണിത്തട്ടു. നമുക്കിനി അടുത്ത് ജ്യൂസ് കുടിക്കാൻ മതി. കയ്യിലൊക്കെ അഴുക്കാവുമ്പോ നടക്ക്. പോവാല ഇനി നേരെ നമ്മള് അപ്പൊ പറ ഹലോ ഗൈസ്. നമ്മൾ അടുത്തത് അങ്ങനെ ഒരു 4-5 ക്ഷേത്ര ദർശനങ്ങൾ കഴിഞ്ഞിട്ടോ. എല്ലാം ആ ചുറ്റുപാട് തന്നെയാണ് ഏട്ടൻ്റെ വീടിൻ്റെ അടുത്ത്.
ഇരുട്ടായി തുടങ്ങി. അപ്പോൾ നമ്മളൊന്ന് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഡിന്നറിന് പുറത്തു പോകാനായിട്ട്. ജ്യൂസ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുക്കർ കഴിക്കാം. എന്ത് ജ്യൂസുണ്ട്? ഏതാ വേണ്ട കൊച്ചിന്? ഓറഞ്ച് ജ്യൂസ് പറയട്ടെ. എരിയുണ്ടോ? അത്രയ്ക്ക് എരിവില്ല. ഇഷ്ടമാണത്. എനിക്ക് വേണ്ട, നിങ്ങൾ ഒരു ഓറഞ്ച് ഹലോ ഗൈസ്. ഹലോ ഗൈസ്, ഞാൻ കുറുക്കുറ കഴിക്കുന്നവർ പറയും. ഹലോ ഗൈസ്. അച്ചു അച്ചു എന്താ കഴിക്കണത്? പറയണം. കുരുക്കുരി കുരുക്കുരിയാണ് ഞങ്ങളിവിടെ കഴിക്കുന്നത്. എന്താണ്? ജ്യൂസ് ജ്യൂസ്. ഇതിന് മധുരം ഉണ്ടോ? ഓറഞ്ച് ജ്യൂസ് ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ടോ? ഇത് വലിയച്ഛന് കൊടുക്കാം അല്ലേ? കുറച്ച് വലിയച്ഛന് കൊടുക്കണം. എന്താ പറയുന്നത്? കുറച്ചുകൂടി കൊടുക്കാം. ഹായ് ഊഞ്ഞാലുണ്ടല്ലോ. അപ്പം എനിക്ക് ആടണേ. ഉള്ളിലിരിക്കാം. ഉള്ളിൽ ബാറുണ്ടോ? റെസ്റ്റോറൻറ്റ് അവിടെയാണ് തോന്നുന്നു. അവിടെ ഒന്നുമില്ല, അത് എൻട്രൻസ് ആണ്. ഈ സ്ഥലം സുബി വാത്മീകില്ലേ, നമ്മുടെ ജയസൂര്യയുടെ പടം ഷൂട്ട് ചെയ്ത ആ വീടാണ് കേട്ടോ. അത് വീട് പറയുമ്പോൾ അവിടെ ഇരുന്ന വീടാണോ? ആ, ജയസൂര്യ ഉണ്ടായത് ആ വീടാണ്. പക്ഷെ അതിപ്പം മാറ്റി ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ബാർ ആക്കിയിരിക്കുന്നു. റെസ്റ്റോറൻറ്റ് ബാറൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നിവിടെ നൈറ്റ് ഡിന്നർ കഴിക്കാൻ വന്നതാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. എന്തായാലും നോക്കട്ടെ മാളൊക്കെ എപ്പോഴും വരാറുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മാത്രം. ഇത് സച്ചിയുടെ ചേച്ചിയാണ് കേട്ടോ, ഏട്ടൻ്റെ അനിയൻ്റെ മോള്. അപ്പോൾ നമ്മൾ പോയിട്ട് അടിപൊളി ബിരിയാണിയൊക്കെ കഴിക്കാൻ പോകുന്നത് മോള്. നേരെ വീട് ഫോക്കസ് ചെയ്തിട്ടത് ഇതാണോ? ഇതെന്നാ വീട്? കാണുമ്പോഴേ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ആ ഒരു മൂവിയുടെ. പിന്നെ മമ്മൂട്ടിയുടെ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തത്. മമ്മൂട്ടിയുടെ ഒരു പടം ഇവിടെ ഷൂട്ട് ചെയ്തത്. അത് ഞാൻ കാണാൻ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ അതിന് ശേഷമാണ് ഇതിങ്ങനെ റെസ്റ്റോറൻ്റ് ആക്കിയതല്ലേ. മൊത്തത്തിൽ നല്ലൊരു വൈബാണല്ലേ കഥകളി. അത് ഉള്ളിലല്ലേ? വെളിയിലിരിക്കാം. ഉള്ളിൽ നോക്കണം. ചോദ്യം മനസ്സിലായി, പക്ഷെ ഉത്തരം പറയാൻ സമയം വേണമെങ്കിൽ ചോദ്യം മനസ്സിലായില്ല. ചിലപ്പോൾ പ്രതിമാവും വക്കീല് ഉത്തരം പറയിപ്പിക്കാൻ ധൃതി പിടിപ്പിക്കും. അതൊന്നും കേട്ട് സ്റ്റാർ പേടിക്കുന്ന
അപ്പോൾ ബാക്കി വിശേഷം നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് കേട്ടോ. ഓക്കെ. ഡക്കാണോ സ്വാനാണോ? ഡക്കാണെന്ന് തോന്നുന്നു. സ്വാൻ കുറച്ചുകൂടി വലുതായിരിക്കും. നല്ല ഭംഗിയുണ്ടല്ലോ. ഇങ്ങനെ 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 നടന്നു പോകണല്ലേ. സച്ചു സച്ചു എന്താ കളിക്കുന്നത്? പട്ടോ? താറാവ് കോഴി അല്ലേ? സച്ചു ഇവിടെ ഗെയിം കളിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോഴേക്കും കുറച്ച് 2-3 ഗെയിം കളിക്കാമെന്ന് പറഞ്ഞിട്ട്